മസാല ദോശ, സാദാ ദോശ, നെയ് റോസ്റ്റ് എന്നിങ്ങനെ പലതരം ദോശകൾ നമ്മൾ കേട്ടിട്ടുമുണ്ട്, കഴിച്ചിട്ടുമുണ്ട്. ഈ ദോശകളൊന്നും ഒരുപക്ഷെ ഗിന്നസ് ബുക്കിൽ കയറിയിട്ടുണ്ടാവില്ല. എന്നാൽ നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന ദോശ ചില്ലറക്കാരനല്ല, ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ച കേമനാണ്. നൂറ്റി 23 അടി നീളത്തിൽ അങ്ങനെ നീണ്ടു നിവർന്നു കിടക്കുകയാണ് നമ്മുടെ ഭീമൻ ദോശ. എവിടെ ചെന്നാലും ഒരു മലയാളി ഉണ്ടാകുമെന്ന് പറഞ്ഞ പോലെ ഈ ഗിന്നസ് ദോശയ്ക്ക് പിന്നിൽ പാലാക്കാരൻ റെജി മാത്യു ആണ്. അവിടെ ദോശ ഒഴിക്കാൻ തുടങ്ങുന്നത് മുതൽ എൻ്റെ വരെയുള്ള സമയം ഇറ്റ് ഈസ് നോട്ട് മോർ ദാൻ 2 minutes. അത്രയും സമയം കൊണ്ട് ദോശ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും കുക്കിങ്ങും ഈവൻ ആയിരിക്കും. അതിനനുസരിച്ച് ടെമ്പറേച്ചർ കാലിബ്രേറ്റ് ചെയ്ത് അത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയാണ് ഈ ദോശ അത്രയും ലോങ്ങിൽ പൊട്ടാതെ ഒറ്റ ദോശ ഉണ്ടാക്കാൻ പറ്റുന്നത്. MTR ഫുഡ് പ്രൊഡക്ട്സിന്റെ 100ാം വാർഷികത്തിന്റെ ഭാഗമായാണ് ഈ ഭീമൻ ദോശയുണ്ടാക്കിയത്. ഒന്നും രണ്ടുമല്ല, 6 മാസത്തെ പരിശ്രമവും 100ലധികം തവണ ട്രയലും എടുത്ത ശേഷമാണ് ഗിന്നസ് ദോശ ഉണ്ടായത്. ഫ്രൈഡ് റൈസ് ദോശ ബാറ്റർ അപ്പം അതെടുത്തപ്പം അത് നമ്മൾ ഇടുമ്പോൾ കുറച്ച് ഒരു ബൈൻഡിങ് വേണമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ മൾട്ടിഗ്രെയിൻ ദോശ മിക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ദോശ മിക്സ് എടുത്ത് ഉണ്ടാക്കി നോക്കി, അത് വന്നിട്ടില്ല. പിന്നെ മൾട്ടിഗ്രെയിൻ ദോശ മിക്സ് ഉണ്ടാക്കി. അപ്പോൾ അതൊരു 100 ട്രയലിൽ വി അച്ചീവ്ഡ്. ഭീമൻ ദോശയ്ക്കായി പ്രത്യേക തവയും അടുപ്പും ഉണ്ടാക്കി. 65ഓളം ഷെഫുമാരാണ് ഇതിനു പിന്നിൽ. ഇതിനു മുൻപ് 54 അടി നീളമുള്ള ദോശയായിരുന്നു റെക്കോർഡ്. ഏതായാലും ഗിന്നസ് ബുക്ക് വരെ എത്തിയതോടെ നമ്മുടെ ദോശ ഇനി ചില്ലറക്കാരനല്ല. KP ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു. ഇപ്പോൾ KB ശ്രീധരനുണ്ട്. ശ്രീധരൻ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? കണ്ടിട്ട് കുറേ ആയല്ലോ. ഗുഡ് മോർണിംഗ് സൈദു. ഗുഡ് മോർണിംഗ്. എവിടെയൊക്കെ തന്നെ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ ദോശക്കാരിയൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ ഈ വാർത്ത വായിക്കുമ്പോഴേ, ദോശ ഭയങ്കര രസമുണ്ടല്ലോ അല്ലേ കണ്ടിട്ട്? അതെ. ഞാൻ ഈ ഇൻട്രോ വായിച്ചപ്പോഴേ നമ്മൾ ഈ ദോശ, വലിയ ദോശ എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും ഭീമനായിട്ടുള്ള ഒരു ദോശയാണെന്ന് വിചാരിച്ചില്ല. സാധാരണ ദോശകളിൽ നിന്ന് അല്പസ്വല്പമൊക്കെ ഒരു വ്യത്യാസം കാണുമായിരിക്കും എന്നേ വിചാരിച്ചുള്ളൂ. ഇതെന്താണ് ഈ ഒരു ദോശ, ഇത്രയും വലിയൊരു ദോശ ഉണ്ടാക്കാൻ ഇവരെ പ്രേരിപ്പിച്ച കാര്യം തന്നെ? ഗിന്നസിൽ കയറുക അതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണോ? തീർച്ചയായിട്ടും ഇത് ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് തന്നെയാണ് ഈ ഒരു ഭീമൻ ദോശ ഇവർ ഉണ്ടാക്കുന്നത്. അതായത് നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്രാൻഡായിരുന്നു MTR ഫുഡ് പ്രൊഡക്ട്സ്. അവർക്ക് അവരുടെ 100ാം വാർഷികം അവർ ഉണ്ടായിട്ട് 100 വർഷം തികയാണ്. ഈ വേളയിൽ എന്ത് വെറൈറ്റി ആയിട്ട് ചെയ്യാം എന്നുള്ളതിൻ്റെ ആ ഒരു ചിന്തയാണ് ഇപ്പോൾ ഈ ഒരു ഭീമൻ ദോശ വരെ എത്തിയത്. ഇതിപ്പോൾ നമുക്ക് കാണാം, ഇതിനു വേണ്ടി ഈ ഒരു ദോശ ഉണ്ടാക്കുന്നതിന് വേണ്ടി വലിയ പ്രയത്നം അതിൻ്റെ പിന്നിൽ ഉണ്ട്. 35 കിലോ മാവാണ് ഈ ദോശ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചത്. നമുക്കിപ്പോൾ കാണുമ്പോൾ അറിയാം, തോന്നും ചിലപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ മാവ് കൊണ്ടുവരുന്നു, ഒഴിക്കുന്നു, മറിച്ചിടുന്നു, ദോശയാവുന്നു. പക്ഷേ ഇതങ്ങനെയല്ല. ഏതാണ്ട് 6 മാസത്തെ പരിശ്രമം ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ്. 65ഓളം ഷെഫുമാരുടെ 6 മാസത്തെ പരിശ്രമം ഇതിന് പിന്നിലുണ്ട്. അതായത് ആദ്യമൊക്കെ ഇത് ഉണ്ടാക്കുമ്പോൾ ഇത് പൊട്ടിപ്പോവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ വലിയ അടുപ്പ് ഉണ്ടാക്കുക എന്നുള്ളത് ഏറ്റവും ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനുവേണ്ട തവയുണ്ടാക്കുക, ദോശക്കല്ലുണ്ടാക്കുക എന്നുള്ളത് വലിയ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഏതായാലും ഇതൊക്കെ ചെയ്ത ശേഷമാണ് ഈ ഒരു നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു ഭീമൻ ദോശ, ഭീമാകാരമായ ദോശ ആരാണ് കഴിച്ചു തീർത്തത്? എത്ര പേരുണ്ടായിരുന്നു കഴിച്ചു തീർക്കാൻ? ഇതൊരു വലിയ പരിപാടിയായിട്ടാണ് വെച്ചത്. അതായത് ചുറ്റുവട്ടത്തുള്ള സ്കൂളുകൾ, അതുപോലെ തന്നെ ഇവരുടെ ഫാക്ടറിയിലെ തൊഴിലാളികളൊക്കെ ചേർന്നാണ് ഈ ഭീമൻ ദോശ കഴിച്ചു തീർത്തത്. അതായത് ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ഒരു ദോശ ഉണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഈ ഒരു ദോശ ഇങ്ങനെ ഉണ്ടാക്കി, അങ്ങനെ അത് ഓരോ കഷ്ണമാക്കി ആളുകൾക്ക് കൊടുക്കുകയായിരുന്നു. വെറുതെ ഭക്ഷണം വേസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് കൈയടിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഒരുപാട് ആളുകൾ ഭക്ഷണമില്ലാതെ വലയുന്ന ഒരു നാട്ടിലാണ്. തീർച്ചയായിട്ടും എനിക്കും കിട്ടി, ഒരു കഷ്ണം ദോശ കഴിക്കാൻ കിട്ടി. വളരെ സ്വാദിഷ്ടം തന്നെയായിരുന്നു ഈ ദോശ. ഒരു പ്രത്യേകിച്ച് ഒരു നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ ഒരു ചുവപ്പ്, റെഡ് കളർ, അതായത് റെഡ് റൈസ് കൊണ്ട് ഉള്ള മാവ് കൊണ്ടാണ് ഈ ദോശ ഉണ്ടാക്കിയത്. ഏതായാലും ആ ദോശ കൊള്ളായിരുന്നു. ഇത്രയും വലിയ എഫേർട്ട് അവരെടുത്തു. അതിന് കൃത്യമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം
ഇത് ഒരേ സമയം വേണം. ഈ 65 ആളുകളും ഒരേ സമയം പ്രവർത്തിച്ചാൽ മാത്രമേ ഇതൊക്കെ ഇങ്ങനെ പൊട്ടാതെ നമുക്കിങ്ങനെ റോൾ ചെയ്ത് മറച്ചിട്ട് ഒക്കെ ചെയ്യാൻ ആവുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്കും ഈ 65 ആളുകളും, നമ്മളിപ്പോൾ ഈ റെജി മാത്യു എന്നുള്ളത് ഈ ബംഗളൂരുവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഷെഫുകളിൽ ഒരാളാണ്, പാലക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 65 ആളുകൾ, പഠിക്കുന്ന കുട്ടികളുണ്ട്, അതുപോലെ തന്നെ ഷെഫുമാരുണ്ട്. ഇവരെല്ലാം കൂടി ചേർന്ന് ഒരുമയോടുള്ള പ്രവർത്തനത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടാൻ അവർക്കായത്. ഏതായാലും നമ്മൾ ഈ സ്ഥിരം വീട്ടിൽ കഴിക്കുന്ന അല്ലെങ്കിൽ ഓഫീസ് ക്യാൻറ്റീനിലൊക്കെ കഴിക്കുന്ന ദോശ ഒട്ടും ചില്ലറക്കാരനല്ല സേതുലക്ഷ്മി. ഇനി ദോശ കഴിക്കാൻ പോകുമ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ വേണം ഇനി ദോശയൊന്ന് എന്താ പറയുക, അത്യാവശ്യം ദോശയെ ബഹുമാനിച്ചുകൊണ്ട് മാത്രമേ ഇനി കഴിക്കാവൂ. ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിച്ച ഐറ്റമാണ് നമ്മുടെ ദോശ.